ന്യൂസ് ടെൻസിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് തുടരുന്നത്. നേരത്തെ രണ്ട് വാർത്തകൾ, അതായത് ജി സുധാകരൻ, പി കെ ശശി എന്നിവർ പാർട്ടിയോട് അകലം പുലർത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. എങ്കിൽ അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ് എന്നതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ നിലവിലുണ്ട്. ഈ പട്ടികയാണ് ഇനി സംസ്ഥാന സമിതി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ തർക്കമുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. ആ തർക്കമുള്ള മണ്ഡലങ്ങളിൽ ആണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നിർണായകമാകാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമുക്ക് പി കെ ശശി അല്ലെങ്കിൽ ജി സുധാകരൻ വിഷയമുണ്ട്. ഒരുപക്ഷെ അതും സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നേക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സമിതി പ്രധാനപ്പെട്ടതാകുന്നത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായാണ്. നിലവിൽ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് മുന്നിലുണ്ട് എന്നറിയാം. പക്ഷേ അത് ഒട്ടേറെ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കെ ശൈലജയ്ക്ക് ഇടം നൽകാത്തത്, ശ്യാമളയ്ക്ക് ഇടം നൽകിയത്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സമിതി എത്രത്തോളം നിർണായകമാണ്? എന്താണ് വിവരങ്ങൾ? സംസ്ഥാന സമിതി നിർണായകമാണ്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയ്ക്ക് അംഗീകാരം നൽകേണ്ട സംസ്ഥാന സമിതിയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് സംസ്ഥാന സമിതി യോഗം ചേരാനും ഇടയില്ല. അതുകൊണ്ട് ഇന്നത്തെ സംസ്ഥാന സമിതിയാണ് ഏറ്റവും നിർണായകമായുള്ളത്. കെ ശൈലജയുടെ കാര്യത്തിന് ചിലപ്പോൾ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ വന്നേക്കാം. എന്തുകൊണ്ട് അവിടെ മാത്രം ഈ 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകുന്നത് പാർട്ടിക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിൽ കെ ശൈലജയുടെ മട്ടന്നൂർ സീറ്റിൽ അവിടെ അവർക്ക് ആര് നിർത്തിയാൽ ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നെ എന്തുകൊണ്ട് വീണ്ടും ശൈലജയ്ക്ക് 4 തവണ അവർ വിജയിച്ചു, 1 തവണ പരാജയപ്പെട്ടു. 5 തവണ മത്സരിച്ച് അവർക്ക് വീണ്ടും എന്തിനൊരു ഇളവ് എന്ന ചോദ്യം പാർട്ടിക്ക് മുന്നിലുണ്ട്. ഒരു പക്ഷേ അത് വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. പക്ഷേ പേരാവൂരിൽ അവരെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയുള്ളത് കണ്ണൂരിലെ 2 പ്രധാനപ്പെട്ട സീറ്റുകളിൽ CPM-ന് ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയോട് പ്രാദേശികമായി വലിയ വിയോജിപ്പുണ്ട്. അതൊന്ന് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഇപ്പോൾ CPM പരിഗണിക്കുന്നത് PK ശ്യാമള എന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയെയാണ്. അവർ MV ഗോവിന്ദന് ജീവിത പങ്കാളിയുമാണ്. അതുകൊണ്ട് മാത്രം അവർക്ക് സീറ്റ് നിഷേധിക്കാനാകില്ല. അവർ പാർട്ടിയുടെ നേതാവാണ് എന്നൊരു നിലപാട് CPM നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ N സുകന്യയെ പോലുള്ള പേരുകൾ പരിഗണിക്കണമെന്ന ആവശ്യമുണ്ട്. MV നികേഷ് കുമാറിന്റെ പേരിലേക്ക് എത്താൻ MV ഗോവിന്ദ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതും ആദ്യമേ തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. അവിടെ സുകന്യയെ തന്നെ മത്സരിപ്പിക്കുന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമായി ഉയർന്നു. സുകന്യയ്ക്കും അവിടെ എതിരുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം. അത് MV ജയരാജൻ ഉൾപ്പെടെ പേരുകൾ അവിടെ ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. P ജയരാജൻ സീറ്റില്ലാത്തതിൽ ഒരുപക്ഷെ ചെറിയ വിമർശനങ്ങളെങ്കിലും ഉയർന്നു വന്നേക്കാം. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിന് ബാക്കി എല്ലാവർക്കും ഇളവ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഷംസീറിനെ മാറ്റുന്ന ചോദ്യമുണ്ട്. അവിടെ കാരായി രാജനെയാണ് CPI ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരായി രാജൻ ഫൈസൽ വധക്കേസിന്റെ പ്രതി കൂടിയാണ്. അദ്ദേഹം ജനകീയന അവിടെ ജനസ്വാധീനമുള്ള നേതാവാണ്. തലശ്ശേരിയിൽ പ്രത്യേകിച്ച് സംസ്ഥാന ജില്ലാ സെക്രട്ടറി അംഗമാണ്. പക്ഷേ എങ്കിലും കാരായിയെ മത്സരിപ്പിക്കുമ്പോൾ ഈ കൊലപാതക കേസ് കൂടി ഉയർന്നു വരില്ലേ എന്നൊരു ചോദ്യം CPI മുന്നിലുണ്ട്. അവിടെയും MV ജയരാജനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വീകാര്യ നേതാക്കളെ പരിഗണിക്കുന്ന ആവശ്യം CPI മുന്നിൽ, അല്ലെങ്കിൽ ഷംസീറിനെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഒക്കെയുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സമിതി തീരുമാനമുള്ള നിർണായകമാണ്. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണിയെ മത്സരിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന് താല്പര്യം. സംസ്ഥാന സെക്രട്ടറി 2 തവണ KK ജയന്തന്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും അവിടെ പാർട്ടിയുടെ അതൃപ്തിയുണ്ട്. MM മണിയെ മത്സരിപ്പിക്കുന്ന ആവശ്യത്തിന് അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് തീരുമാനം മാറ്റാനിടയില്ല. അത്തരം ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇനിയും തീരുമാനമാകേണ്ടത്. M സുധാകരന്റെ പേര് പലയിടങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. AC മൊയ്തീൻ മത്സരിക്കുന്ന കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. അങ്ങനെ ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമാകേണ്ടതുണ്ട്. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകേണ്ടത്. പിന്നീട് ആ പട്ടിക വീണ്ടും ജില്ലാ ഘടകങ്ങളിലേക്ക് അയക്കും. ജില്ലാ കമ്മിറ്റികൾ വരെ ചർച്ച ചെയ്ത് മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്ത ശേഷം വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി ചേർന്നാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. അതിന് മുന്നോടിയായുള്ള സംസ്ഥാന സമിതി, ഏറ്റവും നിർണായകമായ സംസ്ഥാന സമിതി യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഏതെങ്കിലും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അത് വരുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം. ഒപ്പം അരുൺ, നമ്മൾ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു ജി സുധാകരൻ കടുത്ത അതൃപ്തിയിൽ എന്നുള്ള വാർത്ത. അതോടൊപ്പം തന്നെ PK ശശി വിഷയം. ഒരുപക്ഷെ ഇവരെ അനുനയിപ്പിക്കേണ്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലിപ്പോൾ PK ശശി ഏതാണ്ട് അടഞ്ഞ അധ്യായമാണ്. പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. സുധാകരനെ അനുനയിപ്പിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ അവസരത്തെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും സംസ്ഥാന സമിതി ചർച്ച ചെയ്യുവാനുള്ള സാധ്യത കൂടുതലല്ലേ?
തീർച്ചയായിട്ടും ആ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കും. സംസ്ഥാന സെക്രട്ടറിയുടെ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നില്ല. പക്ഷേ സംസ്ഥാന സമിതിയിൽ സ്വാഭാവികമായും ആ വിഷയം ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. പി.കെ. ശശിയെ പോലെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു പേരല്ല ജി സുധാകരന്റേത്. CPM-ന് ജി സുധാകരൻ പരിഭവത്തിലാണ്, പിണക്കത്തിലാണ്. അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടുപോകുമെന്ന് CPM നേതൃത്വം എപ്പോഴും വിശ്വസിക്കുന്നത്. അത്രയധികം പാർട്ടിയുമായി ചേർന്ന് പോയ ഒരു നേതാവാണ്. 61 വർഷത്തെ പാരമ്പര്യമുള്ള നേതാവാണ്. ഒരു രക്തസാക്ഷിയുടെ കുടുംബാംഗമാണ് അദ്ദേഹം. കോൺഗ്രസുകാരാണ് അദ്ദേഹത്തിന്റെ സഹോദരനെ ക്യാമ്പസിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അത്തരമൊരു കോൺഗ്രസിനൊപ്പം ജി സുധാകരൻ പോകില്ല എന്നതിന് CPM നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല ജനറൽ സെക്രട്ടറി MAB അടക്കമുള്ള നേതാക്കളുമായി വളരെയധികം വ്യക്തിബന്ധം പുറത്ത് നേതാവ് കൂടിയാണ് ജി സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു അക്ഷരം പോലും അദ്ദേഹം തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ നേതാക്കളുടെ ഇടപെടൽ സുധാകരനും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇടപെട്ടാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് CPM പ്രതീക്ഷ. MV ഗോവിന്ദന്റെ ഈ പരിഹാസം ഒരു പരിഗണനയുമില്ല, എന്ത് പരിഗണന എന്ന ആ ചോദ്യത്തിന് ശേഷവും അന്ന് രാത്രി MA ബേബിയുമായി സുധാകരൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് MA ബേബി ഉറപ്പ് നൽകിയിരുന്നു. രാവിലെ ബേബിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സുധാകരൻ ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്നില്ല. സുധാകരൻ പാർട്ടിയുടെ കരുത്താണ്. പാർട്ടിയുടെ കരുത്തായാണ് ജി സുധാകരനെ CPM ജനറൽ സെക്രട്ടറി വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം ചില പരിഭവങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കേണ്ട എന്നുകൂടി പതിവ് പോലെ മാധ്യമങ്ങളെ പഴിചാരി CPM ജനറൽ സെക്രട്ടറി പറയുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരന്റെ കഴിവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തും. താനടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ടെന്ന് MA ബേബി തന്നെ പറയുമ്പോൾ അവിടെ മഞ്ഞുരുകലിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. MV ഗോവിന്ദൻ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അത് ഒരു കാരണവശാലും സുധാകരനെ അവഹേളിക്കാൻ ഒരു ശ്രമമല്ല നടത്തിയത്. മാധ്യമങ്ങളാണ് അത്തരമൊരു ചോദ്യം ചോദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തെന്ന ഒരു വിശദീകരണമാണ് സുധാകരനോട് MV ഗോവിന്ദൻ പറഞ്ഞത് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ സുധാകരനെ ഒപ്പം നിർത്താൻ തന്നെയാകും CPM-ന്റെ ശ്രമം. അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് തിരിച്ചടി വലുതാണെന്ന് CPM തിരിച്ചറിയുന്നു. അത് ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. സുധാകരനെ പോലെ CPM 6 പതിറ്റാണ്ടിലേറെ ജീവിച്ച ഒരു നേതാവിന് പോലും നിൽക്കാൻ കഴിയാത്ത പാർട്ടിയെ CPM മാറുന്നു എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നത്. കോൺഗ്രസ് BJPയും ഒക്കെ അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. BJP നേതാക്കൾ പോലും സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും അതിലൊക്കെ സുധാകരന് മറുപടി വരേണ്ടതുണ്ട്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ കാര്യം വിശദീകരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായ സമയമൊന്നും നിശ്ചയിച്ചില്ല. ഏതായാലും സുധാകരനെ പിണക്കി മാറ്റാനല്ല, ഒപ്പം നിർത്താൻ ശ്രമമാകും CPM-ന്റെ ഭാഗത്തുണ്ടാകുക. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വരാൻ തന്നെയാണ് സാധ്യത. CPM-ന്റെ സംസ്ഥാന സമിതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചകൾ ആണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില തർക്കങ്ങളും യോജിപ്പുകളും ഒക്കെ ഉള്ള പശ്ചാത്തലത്തിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാന സമിതി എത്തുകയാണ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് നടക്കുകയും ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.